ഹൈ ഗൈസ്, ഇന്ന് ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗിങ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ കുറച്ച് നാളായി ഈ വ്ളോഗിങ് കണ്ടൻസിലുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായിട്ട് നമ്മൾ ബുക്ക് റിവ്യൂയും അതുപോലെ തന്നെ എക്സ്പ്ലനേഷനൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതന്നെ സ്ഥിരം ചെയ്ത് കണ്ട് ആൾക്കാർക്ക് ബോറടിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല എന്നോട് നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു കുറേ പിള്ളേരൊക്കെ, അതായത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്ളോഗിങ് വീഡിയോസ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട്, വ്ളോഗിങ് വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വ്ളോഗിങ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ലോക യുവജന വൈദഗ്ധ്യ ദിനത്തോടനുബന്ധിച്ച് ഹൈലൈറ്റ് മാളിൽ മലയാള മനോരമയും ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് തൃശ്ശൂരും ചേർന്ന് നടത്തുന്ന കുട്ടിവര ചിത്രരചനാ മത്സരമുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ അനിയനായിട്ടുള്ള കിച്ചുട്ടൻ അഥവാ ശ്രാവൺ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ പോകണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവന് എൻ്റെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തെന്നൊക്കെ പറയുന്നത്, പക്ഷേ ഞാൻ ചിലപ്പോഴാണ് മത്സരിക്കുള്ളൂ. ചിലപ്പോൾ മത്സരിക്കും, അല്ലെങ്കിൽ മത്സരിക്കില്ല. അപ്പോൾ അനിയൻ്റെ പേര് ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മലയാള മനോരമ പത്രമൊക്കെ വരുത്തുന്നവരാണെങ്കിൽ ഈ വാർത്ത അറിഞ്ഞിരിക്കും. അറിയാത്തവരാണെങ്കിൽ വായിക്കാൻ വേണ്ടി ഞാനത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളത്, ഇന്നാണ് ഈ മത്സരം എന്ന് പറയുന്നത്. പക്ഷേ മത്സരം 10:30-ക്കാണ് നമുക്ക് അവിടേക്ക് എത്തേണ്ടത്. ഇപ്പോൾ ഒരു 7:30-ക്ക് ആയിട്ടുണ്ട്. ഞാൻ വെള്ളിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് യാത്രയൊക്കെ ചെയ്തിട്ടായി വരാം. നമുക്ക് ഇപ്പോൾ എല്ലാം കഴിക്കാം. എന്നിട്ട് ബാക്കി പ്രഭാത കൃത്യങ്ങളും ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ, ഫുഡൊക്കെ അടിക്കണ്ടേ, അപ്പോൾ കഴിക്കാം. അപ്പോൾ നല്ല മണമുണ്ട് അടിയിൽ നിന്ന്. എന്തോ ചിക്കൻ ഉണ്ടായിരുന്നു ഇന്നലെ, ചിക്കൻ ബിരിയാണി. അപ്പോൾ ചിക്കൻ എന്നൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് കഴിക്കണം, അപ്പോൾ തന്നെ കഴിക്കണം. അപ്പോൾ നമ്മൾ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാനാണ്. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കോമ്പറ്റീഷൻ നടക്കാനായിട്ട് പോകുന്നത്. എന്താണ് ശ്രാവൺ പറയാനുള്ളത്? താങ്കൾ ഇതിൽ മത്സരിക്കുന്നില്ലേ? നന്നായിട്ട് പടം വരച്ചോട്ടാ, നന്നായിട്ട് പടം വരച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ 11 മണിക്കാണ് മത്സരം ആരംഭിക്കുക എന്നാണ് അനൗൺസ്മെൻറ്റിൽ കേട്ടത്. അപ്പോൾ എന്തായാലും ലിങ്ക് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എത്ര കുട്ടികളാണ് വരയ്ക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ അനിയൻ്റെ ഒരു വരയ്ക്കാൻ കൊടുത്ത പിക്ചർ ഇട്ടിരിക്കുകയാണ്. വരയ്ക്കാനല്ല, കളർ ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് കളർ ചെയ്യാനാണ് ഒരു മത്സരം എന്ന് പറയുന്നത്. കളറിങ് മത്സരമാണ്. പിന്നെ ഡ്രോയിങ് മത്സരം എന്ന് പറഞ്ഞാൽ 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കാണ് മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മത്സരം തുടങ്ങാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് കൂടിയാണുള്ളത്. എൻ്റെ അനിയൻ വരയ്ക്കാനിരുന്നുണ്ട്. 11 മണിക്കാണ് മത്സരം. 10:55 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അനിയൻ അവിടെ ഇരുന്ന് വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ ഒരു 12 മണിയോടൊക്കെ കൂടിയിട്ട് തന്നെ നമ്മുടെ അനിയൻ്റെ കളറിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അവർ നമ്മൾ അടിയിലേക്ക് ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ലുലു ഡെയിലി ഹർഷ് മാർക്കറ്റ് ഗ്രോസറി എന്നാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ചുറ്റി കാണാം. അപ്പോൾ നമ്മൾ അടിയിലേക്ക് പോയിട്ട് നമ്മൾ അതായത് ഫ്രഷ് മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ ഡോണറ്റ് കഴിച്ചു. അപ്പോൾ ഇതൊക്കെ വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കാണിക്കാൻ പറ്റുകയില്ല. കാരണം അവിടെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും അവിടെ അല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഈ ചിക്കൻ ഡോണറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ലാത്തൊരു പ്രാവശ്യമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ചിക്കൻ ഡോണറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഷേപ്പിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഉഴുന്നുവടയുടെ ഷേപ്പാണ്. അതായത് ഉഴുന്നുവടയുടെ ഏകദേശം അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു ചിക്കൻ ഡോണറ്റിന് എന്ന് പറയുന്നത്. ഡോണറ്റിൻ്റെ സ്ട്രക്ചർ അറിയാമല്ലോ, അതുപോലെ തന്നെ മറ്റേ ഈ ഒരു ഉഴുന്നുവടയുടെയൊക്കെ പോലെ തന്നെയാണ് അതിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ KFC ഉഴുന്നുവടയും കൂട്ട് ഒന്നിച്ച് എങ്ങനെയുണ്ടാവും അതുപോലത്തെ സംഭവമാണ് എന്ന് പറയുന്നത്. ആ ഡോണറ്റൊക്കെ പോലെ തന്നെ ഹാർഡാണ് സംഭവം ഈ ഒരു ചിക്കൻ ഡോണറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം എന്തായാലും കഴിച്ചിരിക്കാൻ പറ്റിയ സംഭവം തന്നെയാണ് ഈ ചിക്കൻ ഡോണറ്റ്. ഇവിടെ ഇതിന് വില എന്ന് പറയുന്നത് 30 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചിരിക്കാം. ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്ന മീറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ അനിയനാണെങ്കിൽ അവിടെ കളിക്കാൻ വേണ്ടി ബസ്സിൽ കയറി. അവനാണെങ്കിൽ അവിടുത്തെ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് കൂട്ടാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫ്ലോറിലത്തെ ബുക്കിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. DC ബുക്സിൻ്റെ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബുക്സൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ അനിയന് ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തിട്ട് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് കാണുന്നത്. താങ്ക്സ് ടു മനോരമ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച 2 ബുക്കുകളാണ് ഈ 2 അപ്പോൾ ഫസ്റ്റത്തെ ബുക്ക് എന്ന് പറയുന്നത് കുഞ്ഞിക്കുഞ്ഞനും കൊച്ചുനീലാണ്ടനും തിരഞ്ഞെടുത്ത ബാലനോവലുകൾ എന്ന P. നരേന്ദ്രനാഥിൻ്റെ പുസ്തകമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മറ്റേ കുറച്ച് ബാലക നോവലുകളായിട്ടുള്ള, അതായത് കുഞ്ഞിക്കൂനൻ, കുറുമ്പൻ കുഞ്ഞുണ്ണി, ഇത്തിരി കുഞ്ഞൻ, കൊച്ചുനീലാണ്ടൻ എന്നിങ്ങനെയുള്ള പ്രസിദ്ധമായ നോവൽസിൻ്റെയൊക്കെ ഒരു സമാഹാരം പോലെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 നോവലുകളാണ് ഇതിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ബുക്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നോവലിൽ. ഈ 3 എണ്ണത്തിൻ്റെ ഒരു സമാഹാരമാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 260 രൂപയാണ്. മാമ്പഴം ബുക്സാണ്, അല്ലെങ്കിൽ DC ബുക്സിൻ്റെ തന്നെ മറ്റൊരു മുദ്രണമായിട്ടുള്ള മാമ്പഴം ബുക്സാണിത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തത് DC ബുക്സിൻ്റെ തന്നെ ചക്രവർത്തിയുടെ മോതിരം എന്ന പുസ്തകമാണ്. ഇത് എഴുതിയിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള സത്യജിത് റേയാണ്. ഇതിൻ്റെ വിവർത്തനം ചെയ്തിരിക്കുന്നത് ലീല സർക്കാർ എന്ന് പറയുന്ന ഒരു ഓതറാണ്. അപ്പോൾ
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടുന്ന് വാങ്ങിച്ച ബുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 150 രൂപയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇനിയും ഇതുപോലത്തെ വ്ളോഗിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വ്ളോഗിങ് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും